അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഈ കാണുന്ന കംപ്രസറിൻ്റെ ബെയറിങ് മാറാൻ എന്നുള്ളതാണ്. ഇതിന് ഭയങ്കര സൗണ്ടാണ്. ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഭയങ്കര സൗണ്ടാണ് ഇത് വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ബെയറിങ് പോയിട്ടാണ് ഇങ്ങനെ കംപ്ലൈൻറ്റ് ഇങ്ങനെ സൗണ്ട് വരണത്. ആദ്യം തന്നെ ഇതിൻ്റെ ബെൽറ്റ് അഴിക്കണം. ബെൽറ്റ് ഞാൻ ഓൾറെഡി അഴിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഈ കാണുന്ന ഫാനും, ഈ ഫാനിൻ്റെ സെൻറ്ററിൽ ഒരു ബോൾട്ട് വരും. ആ ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ ഫാൻ അഴിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതിന് ശേഷം ഈ കണക്റ്റിംഗ് ട്യൂബ്, അതായത് സിലിണ്ടറിൻ്റെ ഹെഡിൽ നിന്ന് കംപ്രസറിൻ്റെ ഉള്ളിലേക്ക് എയർ പുഷ് ചെയ്യണ കണക്റ്റിംഗ് ട്യൂബ്, അതുകൊണ്ട് അഴിച്ച് മാറ്റിയതിന് ശേഷം സിലിണ്ടറിൻ്റെ ബേസിൽ വരുന്ന ഈ 4 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടർ സുഖമായിട്ട് ഊരിയെടുക്കാനായിട്ട് പറ്റും. 13ൻ്റെ ബോൾട്ടാണ് വരണത്. ആ 4 ബോൾട്ട് ഊരിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് തന്നെ നമ്മൾ സിലിണ്ടർ ഊരിയെടുക്കാനായിട്ട് പറ്റും. അതിനുള്ള പിസ്റ്റനും കാണാൻ പറ്റും. പിസ്റ്റൺ റോഡിൽ വരുന്ന ബെയറിംഗ് ആണ് ഇതിൽ കംപ്ലൈൻ്റ് ആയിക്കണത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് പിസ്റ്റൻ്റെ ബെയറിങ്ങിൻ്റെ ഈ ഇന്നർ ഷെല്ല് ഔട്ടർ ഷെല്ല് നമ്മൾ സെപ്പറേറ്റ് ആയി കിടക്കുകയാണ്. അതായത് അതിനുള്ള ബോളുകളൊന്നുമില്ല. വെറുതെ കിടന്ന് പിസ്റ്റൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ടാണ് ആ കേട്ടുകൊണ്ടിരുന്നത്. അതിനുള്ള ബോളുകളൊക്കെ ഡാമേജ് ആയി പോയേക്കാണ്. ബെയറിങ് ഫുള്ളായിട്ട് ഡാമേജ് ആയി പോയി. ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ വേറെ വരുന്ന ബെയറിങ്ങാണ് അത്. ഈ കാണുന്ന റബ്ബർ സീലിൻ്റെ ഉള്ളിൽ ഒരു ബെയറിങ്ങും ഇതിൻ്റെ തന്നെ ഉള്ളിൽ ഇന്നർ സൈഡിൽ നിന്ന് വേറൊരു ബെയറിങ്ങും ഉണ്ട്. അടുത്ത് ഈ കാണുന്ന 15ൻ്റെ ബോൾട്ട് ഉണ്ട്. അതൊന്ന് അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ആ ബെയറിങ്ങിൻ്റെ ബേസ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. ബെയറിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പാനറിട്ട് പിടിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു ഉളിയോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വെച്ച് ജാമാക്കി വയ്ക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് നെട്ട് അഴിക്കാനായിട്ട് പറ്റും. അതിന് ശേഷം നെട്ട് വെച്ചതിന് ശേഷം പതുക്കെ തട്ടി ഉളി കൊണ്ട് എന്തെങ്കിലും തട്ടി ഒന്ന് ആ ബെയറിങ് ഊരിയെടുക്കുക. അടുത്തത് നമുക്ക് ഈ കാണുന്ന 15ൻ്റെ ഒരു ബോൾട്ട് ഉണ്ട്. അത് അഴിച്ചെടുക്കണം. അതെടുത്ത് കഴിഞ്ഞാൽ ആ മെറ്റൽ പീസ് ആ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പിസ്റ്റൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെറ്റൽ പീസ് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. അതായത് ബെയറിങ് കാണാൻ പറ്റും. അതായത് ഇന്നറിലുള്ള പോലെ തന്നെ വേറെ ബെയറിങ് ഉള്ളിലും കാണാൻ പറ്റും. അടുത്തത് തന്നെ ഈ കാണുന്ന ഈ സൈഡിലെ കവർ, അതിന് 14ൻ്റെ 4 ബോൾട്ട് വരുന്നുണ്ട്. 13ൻ്റെ 4 ബോൾട്ട് വരുന്നുണ്ട്. അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ അതും സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് പറ്റും. അതും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്ന 2 ബെയറിങ് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ കാണുന്ന 2 ബെയറിങ് കണ്ടീഷൻ കുഴപ്പമില്ല, എന്നാലും റണ്ണിങ് ആണ്. പക്ഷേ മെയിൻ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നതാണ് അവിടെ പിസ്റ്റൺ റോഡിൽ പറഞ്ഞാൽ ചെറിയ ബെയറിങ്. അപ്പോൾ അതാണ് മെയിനായിട്ട് നല്ല സൗണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അഴിച്ച സ്ഥിതിക്ക് എന്തായാലും ഈ ബെയറിങ് കൂടി മാറാമെന്ന് വിചാരിച്ചു. ബെയറിംഗ് എല്ലാം അഴിച്ചെടുത്തിട്ട് നമ്മൾ ടൗണിൽ പോയി അതേ സെയിം അളവുള്ള 3 ബെയറിംഗ് വാങ്ങിച്ചു. അതായത് 63.05 വലിയ ബെയറിംഗ് 2, ചെറിയ ബെയറിംഗ് 1. അതായത് 62.04 അതാണ് ചെറിയ ബെയറിങ്ങിൻ്റെ സൈസും. 2. അപ്പോൾ വലിയ ബെയറിങ് ഏകദേശം ഒരെണ്ണത്തിന് 380 സംതിങ് ആണ് വന്നത്. ചെറിയ ബെയറിങ് 254. അപ്പോൾ മൊത്തം ഒരു 1020 രൂപ ആയിട്ടുള്ളൂ. ഞാനിതിപ്പോൾ ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു 4500-5000 രൂപയാണ് ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഇതിപ്പോൾ നമുക്കെല്ലാം മെറ്റീരിയൽസും വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 1500 രൂപ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും നല്ല ബെയറിങ് തന്നെയാണ് വാങ്ങിച്ചത്. SKF എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ബെയറിങ് തന്നെയാണ് വാങ്ങിച്ചത്. ഞാനത് ആദ്യമായാണ് ഒരു കംപ്രസർ അഴിച്ച് പണിയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അളവുകളും കാര്യങ്ങളും മാറിയാലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ പഴയ ബെയറിങ്ങും പിസ്റ്റണൊക്കെ കൊണ്ടുപോയിട്ടാണ് വാങ്ങിയത്, അളവ് മാറിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ബെയറിങ് കൂടാതെ ഒരു 1/2 ലിറ്റർ എഞ്ചിൻ ഓയിലും കുറച്ച് ഗ്രീസും വാങ്ങിച്ചിട്ടുണ്ട്. അത് വണ്ടിക്ക് വയ്ക്കണ എഞ്ചിൻ ഓയിൽ തന്നെ ഒഴിച്ചാലും മതി. ഈ ഓയിലിന് എനിക്ക് ഒരു 100 രൂപയും ഗ്രീസിന് 50 രൂപയാണ് ആയത്. പുതിയ വാങ്ങിയ ബെയറിങ്ങിൽ നന്നായിട്ട് ഗ്രീസ് തേച്ച് കൊടുക്കണം. അതായത് ഇതിൽ കാണുന്ന പോലെ തന്നെ നല്ല ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാവുന്ന രീതിയിൽ ഗ്രീസ് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബെയറിങ് നമ്മുടെ സൈഡ് കവറിൽ വെച്ച് കൊടുക്കണം. അതിപ്പോൾ നമ്മൾ ബെയറിങ് വയ്ക്കുമ്പോൾ ചുറ്റിക വെച്ചിട്ട് എന്തെങ്കിലും ഒരു മരത്തിൻ്റെ പീസ് ഇതുപോലെ വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. അതായത് ബെയറിങ് അധികം ഡാമേജ് പറ്റാത്ത രീതിയിൽ വേണം അടിക്കാനായിട്ട്. അതുപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മറു സൈഡിലും ഇതേപോലെ തന്നെ വലിയ ബെയറിങ് ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ ചുറ്റിക വെച്ച് വേണം അടിച്ച് ഉറപ്പിക്കാനായിട്ട്. ചുറ്റിക്കും മരത്തിൻ്റെ പീസും വെച്ചിട്ട് അല്ലെങ്കിൽ ബെയറിങ് ഡാമേജ് പറ്റും. അപ്പോൾ നമ്മൾ ചുറ്റിക വെച്ച് അടിച്ചപ്പോൾ നമ്മുടെ പ്രഷർ ഗേജ് മീറ്ററിൻ്റെ ഗ്ലാസ് ഇളകിപ്പോയി. അത് ഓൾറെഡി വർക്കിംഗ് കണ്ടീഷൻ അല്ല അത് പ്രഷർ ഗേജ് മീറ്റർ. അപ്പോൾ എന്തായാലും പ്രഷർ ഗേജ് മീറ്റർ മാറുന്ന വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓൾറെഡി ഒരു പ്രഷർ ഗേജ് മീറ്റർ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1 വീക്ക് കഴിയും വരുമ്പോൾ വന്നിട്ട് അത് മാറുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാം.
മരത്തിൻ്റെ പീസ് വെച്ച് അടിച്ച കാരണം തന്നെ അതായത് ആ മരത്തിൻ്റെ ലെവൽ വരെ മാത്രമേ താഴ്ന്നിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം കറക്റ്റായിട്ട് ഫുള്ളായിട്ട് അടിച്ചെടുത്താൻ വേണ്ടി നമ്മൾ ചുറ്റിക ഉപയോഗിച്ചാണ് അടിക്കുകയാണ്. അപ്പോൾ അധികം പ്രഷർ കൊടുക്കാതെ ബെയറിങ്ങിന് അധികം ഡാമേജ് പറ്റാത്ത രീതിയിൽ വേണം അടിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് ഇതേപോലെ തന്നെ നമ്മുടെ ഷാഫ്റ്റ് ബെയറിങ്ങിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറ്റാണ്. അതും ഇതേപോലെ തന്നെ ചുറ്റിക വെച്ച് തന്നെ അടിക്കുക, അതായത് അധികം ഡാമേജ് പറ്റാത്ത രീതിയിലാണ് അടിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പിസ്റ്റൺ റോഡിൽ ഇതുപോലെ തന്നെ ബെയറിങ് നല്ല ടൈറ്റായിട്ട് തന്നെ അടിച്ചുറപ്പിക്കണം. ഒരു പുട്ടി ബ്ലേഡ് എടുത്തിട്ട് നമ്മുടെ സിലിണ്ടറിൻ്റെ അടിയിലും ഇത് വയ്ക്കണം. അതായത് പഴയ പാക്കിങ്ങിൻ്റെ കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അടുത്തത് കംപ്രസറിൽ നമ്മുടെ ഷാഫ്റ്റ് വരുന്ന ഭാഗം ഫിക്സ് ചെയ്യാൻ പോകണം. അതിനുവേണ്ടി അവിടെ കംപ്രസർ ചെരിച്ചാണ് ഇട്ടേക്കണത്. പാക്കിങ് വാങ്ങാൻ കിട്ടാത്ത കാരണം നമ്മളിവിടെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഫെവി ബോണ്ട് തേക്കുമ്പോൾ അത് താഴേക്ക് ഒലിച്ചറിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെരിച്ചിങ്ങനെ ഇട്ടേക്കണത് കംപ്രസർ. അതിന് മുമ്പ് തന്നെ അതിൻ്റെ ഉള്ളിൽ ഓയിൽ കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ പുതിയ ഓയിൽ ഒഴിക്കാണ് ഇവിടെ ചെയ്യണത്. അപ്പോൾ ഫെവി ബോണ്ട് ഇതുപോലെ തന്നെ നല്ല സെറ്റായിട്ട് സീലിംഗ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെ തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഷാഫ്റ്റ് വരുന്ന സൈഡിലും തേച്ച് കൊടുക്കണം, രണ്ട് സൈഡിലും. അതിനുശേഷം സ്ക്രൂ ഒക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പുതിയ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പഴയ ഓയിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ കാണുന്ന ഈ വൈറ്റ് ഒരു ഗ്ലാസ് കാണാം, അതാണ് ഓയിൽ ലെവൽ. അപ്പോൾ അത് നിറഞ്ഞ് ഫില്ലാവുന്ന അത്രയും വരെ ഓയിൽ ഒഴിച്ചാൽ മതി. ഇവിടെ എഞ്ചിൻ ഓയിൽ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമ്മളൊരു 15-ൻ്റെ ഒരു ബോൾട്ട് അയച്ചെടുത്തായിരുന്നു, അതായത് ഒരു മെറ്റൽ പീസ്. അത് അതുപോലെ തന്നെ തിരിച്ച് റിട്ടേൺ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഈ കാണുന്നത്. ഞാൻ ആദ്യം ചെയ്തത് ഈ സൈഡ് കവർ ഫസ്റ്റ് ഫിറ്റ് ചെയ്തിട്ട് സിലിണ്ടറും പിസ്റ്റൺ റോഡൊക്കെ ഉള്ളിൽ നിന്ന് സെറ്റ് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടായ കാരണം ഞാൻ സൈഡ് കവർ വേണ്ടി അഴിച്ചെടുത്ത് പിസ്റ്റണും വെയിറ്റും എല്ലാ കാര്യങ്ങളും പുറത്തു നിന്നാണ് സെറ്റ് ചെയ്തിട്ട് ഈ സൈഡിൽ ഹോളിക്കോട് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ട് പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറ്റി വെച്ച് ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് ഇതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിലിണ്ടർ വയ്ക്കുന്ന ഭാഗത്തും ഇതേപോലെ കറക്റ്റായിട്ട് എയർ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെവി ബോണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫെവി ബോണ്ട് കിട്ടിയില്ലെങ്കിൽ അനാബോണ്ട് ആയാലും മതി, അനാബോണ്ടിന് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ അനാബോണ്ട് ആയാലും യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ അടിഭാഗത്തും അതായത് സിലിണ്ടറിൻ്റെ ബേസിൽ നമ്മൾ ഇതേപോലെ ഗമ്മ് തേച്ച് കൊടുക്കുന്നുണ്ട്. സിലിണ്ടർ നല്ല കറക്റ്റ് അലൈൻമെൻറ്റ് നോക്കി ബോൾട്ടൊക്കെ കറക്റ്റായിട്ട് കയറാവുന്ന രീതിയിൽ വയ്ക്കുക. അതിന് ശേഷം നമ്മുടെ ഫാൻ എടുത്ത് സെറ്റ് ചെയ്തിട്ട് ബെൽറ്റൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി.